അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനമുള്ള മഅൂനത്തുൽ ഇഖ്വാനിലെ സഹോദരങ്ങളെ, വഹാബിയായ സഹോദരൻ ഹുസൈൻ സലഫിയുടെ ശബ്ദമാണ് ഈ വോയിസിൽ കേൾക്കുന്നത്. യഥാർത്ഥത്തിൽ വിവരമില്ല എന്നത് ജനങ്ങളെ അറിയിച്ചുകൊണ്ടാണ് അദ്ദേഹം മിഅ്റാജ് നോമ്പിനെ നിഷേധിക്കുന്നത്. അതുപോലെ റജബ് മാസത്തിലാണ് ഇസ്റാ മിഅ്റാജ് നടന്നത് എന്നതിന് ഒരു കൃത്യമായ രേഖ ഇല്ല എന്നുമാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. ഇദ്ദേഹം ഏത് പണ്ഡിതൻ്റെ അരികിലാണ് കിതാബ് ഓതിയത് എന്നറിയില്ല. ഇദ്ദേഹം ചോറാണ് ഭക്ഷിക്കുന്നതെങ്കിൽ മിഅ്റാജ് നോമ്പ് സുന്നത്താണ് എന്നതിന് വളരെ വ്യക്തമായ തെളിവ് ഇമാമീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വയുസ്തഹബ്ബു സൗമു യൗമിൽ മിഅ്റാജി, മിഅ്റാജ് ദിവസത്തിലെ നോമ്പ് സുന്നത്താക്കപ്പെടുന്നു. ഇആനത്തു ത്വാലിബീൻ എന്ന് പറയുന്ന ഫിഖ്ഹിൻ്റെ കിതാബ് 2-ാം വാള്യം 270-ാം പേജിൽ, അതുപോലെ ഫിഖ്ഹിൻ്റെ കിതാബാണ് ഫത്ഹുൽ അല്ലാം 2-ാം വാള്യം 208-ാമത്തെ പേജിൽ, അതുപോലെ കിതാബുൽ ബാജൂരി 2-ാം വാള്യം 302-ാം പേജിൽ, ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഓനിയത്തു ത്വാലിബീൻ 183-ാമത്തെ പേജിൽ മിഅ്റാജ് നോമ്പ് സുന്നത്താണ് എന്ന് കാണാം. ഇദ്ദേഹം പറയുന്നത് ഒരു രേഖയും ഇല്ല എന്നും തനി വിവരക്കേടാണ് വിളിച്ചു പറയുന്നത്. വഹാബിസത്തിൻ്റെ അജണ്ട തന്നെ സുന്നികളെ എങ്ങനെങ്കിലും എതിർക്കണം, താറടിക്കണം, അതാണ് അജണ്ട. അതുകൊണ്ടാണ് വിവരക്കേട് വിളിച്ച് വാട്സപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും മറ്റുള്ള പ്രസംഗവേദിയിലുമൊക്കെ വിളിച്ചു പറയുന്നത്. ബഹുമാനപ്പെട്ട ഇഹ്യാ ഉൽ ഉലൂമുദ്ദീൻ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ കിതാബ് 1-ാം വാള്യം 328-ാമത്തെ പേജ് എടുത്തിട്ട് ഈ വഹാബിയായ സലഫിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി വായിച്ചു കൊടുക്കണം. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സ്വാമ യൗമ 27 മിൻ റജബ, റജബ് മാസത്തിലെ 27-ാമത്തെ ദിവസം ആരെങ്കിലും നോമ്പ് നോറ്റാൽ കതബല്ലാഹു ലഹു സിയാമ 60 ശഹ്റ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് 60 മാസം നോമ്പ് നോറ്റ പ്രതിഫലം രേഖപ്പെടുത്തും. ഈ ഹദീസ് വളരെ വ്യക്തമായി കൃത്യമായി ഇഹ്യാഉൽ ഉലൂമുദ്ദീൻ എന്ന ലോകപ്രസിദ്ധമായ കിതാബിൽ 1-ാം വാള്യം 328-ാമത്തെ പേജിലുണ്ട്. ഈ ഹദീസിനെയും ഈ കിതാബിനെയും ഈ ഇമാമിനെയും വളരെ നിസ്സാരപ്പെടുത്തി അവഹേളിച്ചുകൊണ്ടാണ് ഈ ഹുസൈൻ സലഫി സംസാരിക്കുന്നത്. ഇദ്ദേഹത്തിന് എന്ത് അദബാണ്, മര്യാദയാണ്, ബഹുമാനമാണ് ഉള്ളത്? അതുപോലെ ഇമാം അൽ ഹാഫിൾ ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ലോകപ്രസിദ്ധമായ ഹദീസിൻ്റെ പണ്ഡിതനാണ്. സ്വഹീഹുൽ ബുഖാരിയുടെ വിശദീകരണ ഗ്രന്ഥമാണ് ഫത്ഹുൽ ബാരി. 9-ാം വാള്യം 68-ാമത്തെ പേജിൽ കാണാം, ഇസ്റാ മിഅ്റാജ് കാന ഫി റജബിൻ, അത് റജബ് മാസത്തിലാണ് നടന്നത്. വ്യക്തമായ രേഖയാണ്. ഹക്കാഹു ഇബ്നു അബ്ദുൽ ബർ, ഇബ്നു അബ്ദുൽ ബർ എന്ന മഹാൻ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. വജസമ ബിഹി, റജബ് മാസത്തിലാണ് ഇസ്റാ മിഅ്റാജ് നടന്നത് എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് അൻ നവവിയു, ഇമാം നവവി റളിയല്ലാഹു അൻഹു ഫി റൗളത്തി, റൗള എന്ന ഗ്രന്ഥത്തിൽ. കൃത്യമായ ഒരു രേഖയുമില്ല എന്ന് ഈ മൗലവി, ഈ സലഫി, ഈ വഹാബി എന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് നാം മനസ്സിലാക്കണം. വിവരമില്ലാത്തതുകൊണ്ടാണ്.
നോക്കൂ, ഇമാം അൽ ഹാഫിദ് ഖസ്തലാനി റളിയല്ലാഹു അൻഹു അൽ മവാഹിബുൽ ലദുനിയ എന്ന കിതാബിൽ 1-ാം വാള് 275-ാം പേജിൽ പറയുന്നു, ഇന്നൽ ഇസ്റാ വൽ മിഅറാജ്, ഇസ്റാഉം മിഅറാജും കാന ലൈലത 27 ഫീ റജബ്, റജബ് മാസത്തിലെ 27-ാം രാത്രിയായിരുന്നു ഇസ്റാ മിഅറാജ് നടന്നത്. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് സൈൻ ദഹ്ലാൻ റളിയല്ലാഹു അൻഹു അസീറത്തുൻ നബവിയ്യ എന്ന കിതാബിൽ 1-ാം വാള് 278-ാം പേജിൽ പറയുന്നു, കാന ഫീ റജബ, അത് റജബ് മാസത്തിലാണ് ഇസ്റാ മിഅറാജ് നടന്നത്. വഹുവൽ മഷ്ഹൂർ, അതാണ് അറിയപ്പെട്ടത്. ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, എന്നാൽ മുഅ്തമദായ അറിയപ്പെട്ട പ്രബലമായ ഒരു അഭിപ്രായമുണ്ടാകുമല്ലോ, അത് റജബ് മാസത്തിലാണ് ഇസ്റാ മിഅറാജ് നടന്നത്. എന്നാൽ മൗലവി, സലഫി, വഹാബി പറയുന്നു റജബ് മാസത്തിലാണ് 27-ാം രാവിലാണ് നടന്നത് എന്നതിന് രേഖയില്ല എന്ന്. വളരെ ചിന്തിക്കണം, വളരെ മനസ്സിലാക്കണം. വഹാബിസത്തിൻ്റെ, ബിദ്അത്തിൻ്റെ ചതിയിൽ ഒരിക്കലും ഒരാളും പെട്ടുപോകരുത്. ഇൻഷാ അല്ലാഹ് മിഅറാജ് സുന്നത്ത് നോമ്പ് ബുധനാഴ്ച പകലിലാണ്. എല്ലാവരും കഴിവതും അത് നിർവഹിക്കണം. നഷ്ടപ്പെട്ട ഫർളും മിഅറാജിൻ്റെ സുന്നത്ത് നോമ്പ് രണ്ടും നിയ്യത്ത് ചെയ്തുകൊണ്ട് നാം നോമ്പ് നോറ്റാൽ നമുക്ക് റമദാനിൽ നഷ്ടപ്പെട്ടു പോയ, ഖളാ ആയിപ്പോയ ആ ഫർള് നോമ്പും ലഭിക്കും, മിഅറാജിൻ്റെ സുന്നത്ത് നോമ്പും ലഭിക്കും. ഈ മഹത്തായ അമല്, ഇബാദത്ത് ആരും മറന്നു പോകരുത്. ഈ വോയിസ് പരമാവധി നമ്മുടെ സഹോദരങ്ങളിലേക്ക് ഷെയർ ചെയ്യണം. ഹുസൈൻ സലഫി എന്ന് പറയുന്ന ബിദ്അത്തിൻ്റെ മഹാവിപത്ത്, ആ വിഷം പല ഭാഗത്തും ചീറ്റുന്നുണ്ട്. അതിൽ നിന്ന് മോചനം നമ്മുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ സഹോദരങ്ങൾക്ക് ലഭിക്കാൻ ഹദീസിൻ്റെയും ഫിഖ്ഹിൻ്റെയും ഇമാമിയങ്ങളുടെയും കിതാബിൻ്റെയും എല്ലാം തെളിവ് രേഖ സഹിതം ഇവിടെ ചർച്ച ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമും ഖൈറായ അമലും പ്രദാനം ചെയ്യുമാറാകട്ടെ. കുരുത്തമുള്ള സുന്നത്ത് ജമാഅത്തിൻ്റെ ആലിമീങ്ങളിൽ നിന്ന് ഇൽമു പഠിച്ച് ജനങ്ങൾക്ക് തുറന്ന് പറഞ്ഞു കൊടുക്കാനുള്ള സന്മനസ് അല്ലാഹു ബിദ്അത്തിൻ്റെ അതുപോലെ മറ്റുള്ള വഹാബിസത്തിൻ്റെ ആളുകൾക്ക് അല്ലാഹു ഹിദായത്തിൻ്റെ വെളിച്ചം നൽകി കുരുത്തവും പൊരുത്തവുമുള്ള ആലിമീങ്ങളെ അരികിൽ നിന്ന് ഇൽമു പഠിച്ച് പ്രചരിപ്പിക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ.